സമയം രാവിലെ ആയിരുന്നു. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ആകാശം നേരിയ മേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. എന്നത്തെയും പോലെ രേവതി തലയിൽ പച്ചക്കറി കൊട്ടയുമായി വീട്ടിൽ നിന്നിറങ്ങി. മുഖത്ത് ചെറിയ ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും ഒരു പ്രതീക്ഷയുടെ വെളിച്ചവും ഉണ്ടായിരുന്നു. ഇവർക്ക് ഒരു പെൺമകളാണുള്ളത്. പേര് രാധ. അവളാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പട്ടാളക്കാരിയാണ്. തന്റെ അമ്മ സുഖമായി ജീവിക്കുന്നുണ്ടെന്നാണ് രാധ കരുതിയിരുന്നത്. എന്നാൽ തന്റെ അമ്മ മകൾ അറിയാതെയാണ് മാർക്കറ്റിൽ ഒരു കൊട്ടയുമായി പോയി പച്ചക്കറി വിൽക്കുന്നത്. രേവതി അങ്ങനെ പച്ചക്കറി കൊട്ടയുമായി മാർക്കറ്റിലെത്തി. അവിടെ റോഡിനരികെ ഒരു വൃത്തിയുള്ള സ്ഥലം കണ്ട് അവൾ അവിടെ പച്ചക്കറിക്കുട്ട ഇറക്കി വെച്ച് കച്ചവടം തുടങ്ങി. അവരുടെ മുഖത്ത് നിഷ്കളങ്കമായ ചിരിയും മനസ്സിൽ ഇന്നത്തെ സാധനങ്ങൾ വേഗം വിറ്റു തീരണമേ എന്ന പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ആ നാട്ടിലെ പോലീസ് ഇൻസ്പെക്ടർ ആനന്ദ് ഒരു ബൈക്കിൽ വരുന്നുണ്ട്. ഇതെന്താ, ചന്തയാണോ? റോഡിന്റെ നടുവിലാണോ നിന്റെ പച്ചക്കറി വിൽക്കുന്നത്? ആ ഇൻസ്പെക്ടർ രേവതി അമ്മയോട് പറഞ്ഞു. ഇത് കണ്ട് ദേഷ്യം വന്ന അയാളുടെ ചുവന്ന മുഖം, കണ്ണുകളിൽ താൻ ഒരു പോലീസാണെന്ന അധികാരം, കയ്യിലാണെങ്കിൽ ഒരു ലാത്തിയുമുണ്ട്. അയാൾ ഒന്നും മറിച്ചാലോചിക്കാതെ ദേഷ്യത്തിൽ രേവതി അമ്മയുടെ മുഖത്തേക്കടിച്ചു. അടിയുടെ ശക്തിയിൽ അവർ അവിടെ നിന്ന് വീഴാൻ പോയപ്പോൾ പച്ചക്കറി കുട്ടയിൽ പിടിച്ചതോടെ കുട്ട മറിഞ്ഞ് പച്ചക്കറികളെല്ലാം റോഡിൽ ചിതറിപ്പോയി. ചിലതിന്റെ മുകളിൽ റോഡിൽ നിന്ന് വാഹനങ്ങൾ കയറുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട രേവതി അമ്മ ആകെ സ്തംഭിച്ചു പോയി. അവരുടെ മുഖം വിളറി. കണ്ണുകളിൽ നിന്ന് സങ്കടത്തിന്റെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത അത്ര വേദന അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഇതുകൊണ്ടൊന്നും ഇൻസ്പെക്ടർ ആനന്ദ് അടങ്ങിയില്ല. അയാൾ വീണ്ടും വീണ്ടും ഓരോ കുത്തുവാക്കുകൾ അവരോട് പറയാൻ തുടങ്ങി. നീ എന്താ വിചാരിച്ച്? നിനക്ക് തോന്നിയ പോലെ ഇവിടെ കച്ചവടം ചെയ്യാൻ ഈ റോഡ് നിന്റെ അച്ഛൻ്റെതാണോ? എന്നാൽ അവിടെ കൂടിയ ആളുകളെല്ലാം ഈ കാഴ്ച കണ്ടു നിൽക്കുകയല്ലാതെ ആരും ആ പോലീസ് ഇൻസ്പെക്ടർക്ക് എതിർത്തുകൊണ്ട് സംസാരിക്കാൻ തയ്യാറായില്ല. രേവതി അമ്മ എല്ലാവരുടെയും മുമ്പിൽ ഈ സമയം അപമാനിക്കപ്പെടുകയായിരുന്നു. എല്ലാവരും വെറും കാഴ്ചക്കാരായി നിന്നു. എന്നാൽ ആ കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ തന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. രേവതി അമ്മ വേഗം നിലത്ത് ചിതറിപ്പോയ പച്ചക്കറികളെല്ലാം കുട്ടയിലേക്ക് നിറക്കാൻ തുടങ്ങി. ഈ വിവരം തന്റെ മകളായ രാധ അറിയാതിരുന്നാൽ മതി എന്ന പേടി മാത്രമായിരുന്നു ഈ സമയം അവരുടെ മുഖത്ത്. തകർന്ന മനസ്സോടെ സങ്കടത്തോടെ അവർ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ തന്റെ വീട്ടിലേക്ക് നടന്നു. എന്നാൽ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത അയാൾ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. ഒരു പാവം പച്ചക്കറി വിൽപ്പനക്കാരിയെ ഇൻസ്പെക്ടർ ഒരു കാരണവുമില്ലാതെ പരസ്യമായി മർദ്ദിച്ചു. ഇതാണോ നമ്മുടെ രാജ്യത്തെ നീതി എന്ന് അയാൾ ക്യാപ്ഷനും എഴുതി. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഈ വീഡിയോ വലിയ രീതിയിൽ തന്നെ വൈറലായി. ലക്ഷക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയകളിലൂടെയും വാർത്തയിലൂടെയും ഒക്കെ ഈ കാഴ്ച കണ്ടു. പലരുടെയും മനസ്സിൽ ആ പോലീസ് ഇൻസ്പെക്ടറോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. ഇങ്ങനെ ഈ വീഡിയോ രേവതിയുടെ മകളായ രാധയുടെ ഫോണിലും എത്തി. ഈ കാഴ്ച കണ്ട രാധയുടെ മുഖം വല്ലാതെ കടുത്തു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. പക്ഷേ അത് സങ്കടത്തിൻ്റെതായിരുന്നില്ല. അത് ആ ഇൻസ്പെക്ടറോടുള്ള ദേഷ്യത്തിന്റെ കണ്ണുനീരായിരുന്നു. തന്നെ വളർത്തി വലുതാക്കിയ അമ്മയോട് ഇത്തരമൊരു പെരുമാറ്റം, ഇതിന് ആ ഇൻസ്പെക്ടറോട് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് രാധ മനസ്സിൽ പറഞ്ഞു. അവൾ ഉടനെ തന്നെ തന്റെ സീനിയർ ഓഫീസറോട് കുറച്ചു ദിവസത്തിന് അവധി ചോദിച്ച് വീട്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാനായി പുറപ്പെട്ടു. യൂണിഫോം എല്ലാം മാറി ഒരു ചുവന്ന നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് രാധ തന്റെ യാത്ര തുടങ്ങി. ബസ്സിലാണ് അവൾ വരുന്നത്. ബസ്സിൽ അവളുടെ അടുത്തിരുന്നിരുന്ന ഒരു സ്ത്രീ തന്റെ മൊബൈലിൽ രാധയുടെ അമ്മയുടെ ആ വീഡിയോ കാണുന്നുണ്ടായിരുന്നു. ആ സ്ത്രീ രാധയോട് പതിയെ ചോദിച്ചു, മോളെ, ഈ വീഡിയോയിൽ കാണുന്ന സ്ത്രീ നിന്റെ അമ്മയല്ലേ? രാധ തല താഴ്ത്തി. കണ്ണിൽ സങ്കടത്തിന്റെ കണ്ണുനീർ ഉണ്ടായിരുന്നുവെങ്കിലും മുഖം ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. അതെ, അതെന്റെ അമ്മയാണ്. സമയം അങ്ങനെ വൈകുന്നേരമായിരുന്നു. അവൾ വീട്ടിലെത്തി. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. രാധ വീടിന്റെ വാതിൽ മുട്ടിയപ്പോൾ അകത്ത് നിന്ന് അമ്മ ചോദിച്ചു, ആരാണത്? അമ്മേ, ഞാനാണ്, രാധയാണ്, വാതിൽ തുറക്കൂ. മകളുടെ ഈ ശബ്ദം കേട്ട് രേവതി അമ്മ ഒന്ന് പരിഭ്രമിച്ചുവെങ്കിലും അവർ വേഗം വാതിൽ തുറന്നു. മകളെ കണ്ടതും രേവതി അമ്മ ഒന്നും മിണ്ടാതെ മകളെ കെട്ടിപ്പിടിച്ചു. ഇരുവരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. എല്ലാ വേദനകൾക്കുമുള്ള ഉത്തരമായിരുന്നു ആ ആലിംഗനം. വീട്ടിൽ കയറിയ ഉടനെ രാധ അമ്മയുടെ കൈ പിടിച്ച് അവിടെ ഇരുത്തി. നടന്ന കാര്യങ്ങളെല്ലാം താൻ വീഡിയോയിൽ കണ്ടുവെന്ന് അവൾ പറഞ്ഞു. അമ്മേ, നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാതിരുന്നത്?
അയാൾ ഇത്രയും നിങ്ങളോട് ചെയ്തിട്ട് നിങ്ങളാണെങ്കിൽ എന്നോടും ഒന്നും പറഞ്ഞതുമില്ല. രേവതി ചെറിയ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മോളെ, നീ ഇതൊന്നും അറിയണ്ട എന്ന് ഞാൻ കരുതി. നിനക്ക് വിഷമമാകില്ലേ? നിന്റെ ചിന്ത എന്നും എപ്പോഴും എന്നെ അലട്ടുമായിരുന്നു. ഇതെല്ലാം സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ മോളെ? അവർ പോലീസുകാരാണ്. ദേഷ്യം വന്നാൽ അവർ പലതും ചെയ്യും. അത് പോട്ടെ. എന്നാൽ രാധ ഇത് കേട്ടിട്ടൊന്നും ശാന്തയായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ കണ്ണുനീരിന് പകരം ആ പോലീസ് ഇൻസ്പെക്ടറോടുള്ള ദേഷ്യത്തിന്റെ തീ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല അമ്മേ. അമ്മയോട് നടന്നത് കേവലം വെറും മോശം പെരുമാറ്റം മാത്രമല്ല, മനുഷ്യത്വത്തിന് നേരെയുള്ള അപമാനം കൂടിയാണിത്. ഞാൻ എല്ലാം കണ്ടു. എനിക്കെല്ലാം മനസ്സിലായി. ഈ സമയത്ത് അങ്ങോട്ട് അവരുടെ അയൽക്കാരിയായ ഒരു സ്ത്രീ വീട്ടിലേക്ക് വന്നു. മോളെ രാധേ, ഇന്ന് നിന്റെ അമ്മക്ക് സംഭവിച്ചത് ഞാൻ കണ്ടു. ആ ഇൻസ്പെക്ടർ വളരെ മോശം കാര്യമാണ് ചെയ്തത്. നീയും കണ്ടില്ലേ? ആ സ്ത്രീ രാധയോട് പറഞ്ഞു. രാധ ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു, അതെ ചേച്ചി, ഞാനും അറിഞ്ഞു. ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല. ഇത് കേട്ട് ആ സ്ത്രീയുടെ മുഖത്ത് സഹതാപമുണ്ടായിരുന്നു. രേവതി അമ്മ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ എന്റെ മകളെ ഓരോന്നും പറഞ്ഞ് പ്രകോപിപ്പിക്കരുത്. എനിക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ല. അയാൾ പോലീസുകാരനാണ്. എന്തെങ്കിലും പറഞ്ഞു പോയതാകും. അത് വിട്ടുകളയൂ. ഇത് കേട്ട് ആ സ്ത്രീയും രാധയോട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. മോളെ, അയാൾ ഒരു പോലീസുകാരനാണ്. ഇത് നിനക്ക് ദോഷം ചെയ്യും. എന്നാൽ രാധ അപ്പോഴും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലായിരുന്നു. അവളുടെ അമ്മയെ പരസ്യമായി നടുറോട്ടിൽ അപമാനിച്ച് വിട്ടപ്പോൾ തന്നെ അവൾ ഒരു പെൺപുലിയായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാധ റെഡിയായി അമ്മയുടെ അടുത്ത് വന്ന് ദൃഢമായി പറഞ്ഞു, അമ്മേ, എനിക്ക് ഈ വിഷയത്തിൽ വെറുതെ മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഇപ്പോൾ വരാം. ഞാൻ പോകുന്നത് ആ ഇൻസ്പെക്ടർക്കെതിരെ ഒരു പരാതി നൽകിയിട്ട് ഞാൻ അടങ്ങുകയുള്ളൂ. ഇത് കേട്ട് രേവതി മകളുടെ കൈ പിടിച്ചു പറഞ്ഞു, മോളെ, ആലോചിച്ചിട്ട് ചെയ്യണേ. രാധ ഒന്ന് പുഞ്ചിരിച്ച് പുറത്തേക്കിറങ്ങി. പോകുന്ന വഴിക്ക് രാധയെ കണ്ട് ആളുകൾക്കിടയിൽ ഓരോ സംസാരങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. പുരുഷന്മാർ കടകളിലിരുന്ന് പരിഹസിച്ച് സംസാരിക്കുന്നുണ്ട്. ചില കുട്ടികൾ അവളുടെ അമ്മയുടെ ആ വീഡിയോ കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ചിലർക്കാണെങ്കിൽ സങ്കടവുമുണ്ട്. മറ്റു ചിലരാണെങ്കിൽ ഈ വീഡിയോ കണ്ട് അവരുടെ ബന്ധുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. രാധ വേഗം ഒരു ഓട്ടോറിക്ഷയിൽ കയറി ടൗണിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് അതാ ആ ഇൻസ്പെക്ടർ ഒരു കടയിലിരുന്ന് ചായ കുടിക്കുന്നത് അവൾ കണ്ടു. അവന്റെ മുഖത്ത് അതേ ആ അഹങ്കാരം അവൾ കണ്ടു. അയാളെ കണ്ടപ്പോൾ രാധയുടെ കണ്ണുകൾ നിറഞ്ഞു. അയാളോട് നല്ല പകയുണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങി ഇപ്പോൾ തന്നെ എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവൾ ഒരു സൈനിക ഉദ്യോഗസ്ഥയാണ്. നിയമത്തോട് ബഹുമാനമുള്ളവളാണ്. അല്പസമയത്തിന് ശേഷം അവൾ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ പുറത്ത് ഒരു കോൺസ്റ്റബിൾ നിൽക്കുന്നുണ്ടായിരുന്നു. നീ ആരാണ്, എന്താണ് എന്ന് അയാൾ രാധയോട് ചോദിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് ഒരു പരാതിയുണ്ട്. ഇവിടത്തെ പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ എനിക്കൊരു പരാതി നൽകണം. ആ കോൺസ്റ്റബിൾ അവളെ തിരിച്ചറിഞ്ഞു. അല്പം സങ്കടത്തോടെ അയാൾ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആ സ്ത്രീയുടെ മകളാണല്ലേ? ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. രാധ ഒന്നും മിണ്ടാതെ സ്റ്റേഷന്റെ അകത്തേക്ക് നടന്നു. അവിടെ മറ്റൊരു കോൺസ്റ്റബിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ രാധയോട് ചോദിച്ചു, എന്താണ്, ആരെയാണ് കാണേണ്ടത്? രാധ പറഞ്ഞു, എനിക്ക് ഇൻസ്പെക്ടർ ആനന്ദിനെതിരെ ഒരു പരാതി നൽകണം. അയാൾ എന്റെ അമ്മയോട് പരസ്യമായി മോശമായി പെരുമാറി. എന്റെ അമ്മയെ അടിച്ചു, പച്ചക്കറികൾ വലിച്ചെറിഞ്ഞു. ഞാൻ ഇത് സഹിക്കില്ല. ഇത് കേട്ട് അയാൾ രാധയോട് പറഞ്ഞു, മേഡം, ഇൻസ്പെക്ടർ ആനന്ദ് സാർ ഇന്നലെ മുതൽ അവധിയിലാണ്. സ്റ്റേഷനിൽ ഇല്ല. രാധ പരിഹാസത്തോടെ ഇത് കേട്ട് പറഞ്ഞു, അതെ, എനിക്കറിയാം. അത് ഞാൻ വരുന്ന വഴിയിൽ അയാളെ കണ്ടു. ഇതിനിടയിൽ പുറത്തുണ്ടായിരുന്ന ആ കോൺസ്റ്റബിൾ വന്ന് രാധയോട് പറഞ്ഞു, നിങ്ങൾ ആ സ്ത്രീയുടെ മകളാണല്ലേ? രാധ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്ന ശേഷം പറഞ്ഞു, അതെ. യൂണിഫോം ധരിക്കുന്നത് ശക്തിയുടെ അടയാളത്തിലാണെങ്കിൽ നീതിയുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്റ്റേഷനിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. രാധയുടെ ഈ സംസാരം അവിടെയുള്ള ഓരോ പോലീസ് കോൺസ്റ്റബിൾമാരുടെയും മുഖത്ത് നിഴലിച്ചു. ഒരു പ്രായമായ സ്ത്രീയോട് ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലല്ലോ, അവൾ വീണ്ടും ആ കോൺസ്റ്റബിൾമാരോട് പറഞ്ഞു. രാധയുടെ ഈ ശബ്ദത്തിൽ ദേഷ്യം വിറക്കുന്നു ണ്ടായിരുന്നു. ഈ സമയം ഒരാൾ പറഞ്ഞു, ഇല്ല മേഡം, ഞാൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റൊരു കോൺസ്റ്റബിൾ ഇങ്ങനെ പറഞ്ഞു, മേഡം, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻസ്പെക്ടറെ തടയാൻ ഞങ്ങൾക്ക് ആർക്കും ധൈര്യമില്ലായിരുന്നു. ആ സമയത്താണ് അങ്ങോട്ട് പോലീസ് ഓഫീസർ SHO അരവിന്ദ് വരുന്നത്. കുറച്ച് ഗൗരവത്തോടെയാണ് അയാളുടെ വരവ്. ഒരു ഓഫീസർ വന്നിട്ടുണ്ടെന്ന് അയാൾക്ക് വിവരം ലഭിച്ചപ്പോഴാണ് SHO അരവിന്ദ് അങ്ങോട്ട് വന്നത്. രാധയെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഹലോ, നിങ്ങൾ
എന്തിനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിനു മുമ്പ് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ഒന്ന് കാണിക്കൂ. രാധ തന്റെ ID കാർഡ് എടുത്ത് കാണിച്ചു. SHO അരവിന്ദ് ഈ കാർഡ് കണ്ടതോടുകൂടി ബഹുമാനത്തോടെ പറഞ്ഞു, മാഡം നിങ്ങളോ? പറയൂ, ഇൻസ്പെക്ടർ ആനന്ദിനെതിരെ ഞങ്ങൾ ഉടനെ തന്നെ നടപടിയെടുക്കാം. എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. രാധയുടെ കണ്ണിൽ ഇപ്പോൾ കണ്ണുനീരില്ല, മറിച്ച് ഉറച്ച ഒരു തീരുമാനമായിരുന്നു. എനിക്ക് നിയമ നടപടി വേണം, വെറും കടലാസിലല്ലാതെ. എന്റെ അമ്മയെ എങ്ങനെയാണോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചത്, അതുപോലെ അയാൾ പരസ്യമായി മാപ്പ് പറയണം. അയാളുടെ യൂണിഫോം അയാളിൽ നിന്നും അഴിച്ചു മാറ്റണം. ഇനി ഒരാളും ഇതുപോലെ അധികാരം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇത് കേട്ട് SHO അരവിന്ദ് ഒരു മറു ചോദ്യം ഇല്ലാതെ പറഞ്ഞു, മേഡം എല്ലാം നിങ്ങൾ പറയുന്ന പോലെ. അയാൾ ഉടനെ തന്നെ ഒരു ഫയൽ എടുത്ത് ഒരു സ്പെഷ്യൽ കേസ് റിപ്പോർട്ട് തയ്യാറാക്കി. രാധ അങ്ങനെ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി നേരെ മാർക്കറ്റിലേക്ക് നടന്നു. അവിടെ നിന്നാണല്ലോ എല്ലാം തുടങ്ങിയത്. സമയം പകൽ വെളിച്ചം കുറഞ്ഞു തുടങ്ങിയിരുന്നു. സൂര്യൻ പതിയെ അസ്തമിക്കാനായിട്ട് തുടങ്ങുന്നു. മാർക്കറ്റിൽ അവളുടെ അമ്മ പച്ചക്കറി വിറ്റിരുന്ന അതേ സ്ഥലം. ഇന്നും എല്ലാം പഴയതുപോലെ തന്നെ. രാധ അവിടെ ചില കടകളിൽ കയറി സംസാരിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ആരെങ്കിലും ഈ സംഭവം നേരിട്ട് കണ്ടിരുന്നോ? ഈ വീഡിയോ ആരാണ് എടുത്തതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ആരെങ്കിലും സാക്ഷി പറയാൻ വരുമോ? പക്ഷേ ഇത്രയും കേട്ടിട്ടും എല്ലായിടത്തും നിശബ്ദത മാത്രമായിരുന്നു മറുപടി. ചിലർ മുഖം തിരിച്ചു, മറ്റു ചിലരാണെങ്കിൽ കണ്ടില്ല എന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നും കള്ളം പറഞ്ഞു. രാധയുടെ മനസ്സിൽ ചെറിയ നിരാശ തോന്നി. താൻ സത്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ആളുകൾ മിണ്ടാതിരിക്കുകയാണ്. ആ സമയത്താണ് രാധയുടെ അടുത്തേക്ക് ഒരു 18-19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നത്. അവൻ ചെറിയ പേടിയോടെ അവളോട് പറഞ്ഞു, മേഡം എന്റെ പേര് അലി. നിങ്ങൾ പറഞ്ഞ ആ വീഡിയോ റെക്കോർഡ് ചെയ്തത് ഞാനാണ്. ഇത് കേട്ട് രാധക്ക് അത്ഭുതമായി. നീയോ? അതെ, ഞാൻ അതിലൂടെ പോകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ആ ഇൻസ്പെക്ടർ നിങ്ങളുടെ അമ്മയെ തല്ലുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സ് വേദനിച്ചു. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് കേട്ട് രാധയുടെ കണ്ണു നിറഞ്ഞു. അവൾ അവനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ ഇതിന്റെ എഡിറ്റ് ചെയ്യാത്ത യഥാർത്ഥ വീഡിയോ ഉണ്ടോ? അവൻ വേഗം തന്റെ ഫോൺ എടുത്ത് ആ വീഡിയോ കാണിച്ചു. ഇൻസ്പെക്ടർ അഹങ്കാരത്തോടെ അമ്മയെ മർദ്ദിക്കുന്നതും എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായിരുന്നു. ഈ വീഡിയോ എനിക്ക് അയച്ചു തരുമോ നീ? അവൾ ചോദിച്ചു. തീർച്ചയായും ഞാൻ അയച്ചു തരാം. പക്ഷെ മേഡം എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്റെ പേര് പറയരുത്. ഇത് കേട്ട് രാധ അവന്റെ തോളിൽ തട്ടി പറഞ്ഞു, നീ സത്യത്തിന് വേണ്ടിയാണ് നിന്നത്. അത് ഒരിക്കലും ബലഹീനതയല്ല. ഇതിനെപ്പറ്റി നിനക്ക് ഒന്നും വരില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. വീഡിയോ ലഭിച്ചതിന് ശേഷം രാധ അത് തന്റെ ലാപ്ടോപ്പിൽ സേവ് ചെയ്തു. അതിന് നീതിക്ക് വേണ്ടി എന്ന പേരിൽ ഒരു ഫോൾഡറും തയ്യാറാക്കി. രണ്ടാമത്തെ ഫയലിൽ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർക്കെതിരെയുള്ള റിപ്പോർട്ടും വെച്ചു. മൂന്നാമത്തെ ഫയലിൽ അവൾ കുറച്ച് ചോദ്യങ്ങൾ രേഖപ്പെടുത്തി. ആ ചോദ്യങ്ങൾ ഈ നഗരത്തോട് തന്നെ ചോദിക്കാനുള്ളതായിരുന്നു. ആ ടൗണിലെ വായു കൂടുതൽ ഗൗരവമുള്ളതായി മാറി. രേവതി അമ്മയുടെ വേദന ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ശബ്ദമായി മാറി. ഈ വീഡിയോയുടെ ചർച്ച പോലീസ് ഡിപ്പാർട്ട്മെന്റിലും വലിയ സംസാര വിഷയമായി. രാധ ഉടനെ തന്നെ ആ വീഡിയോ ഇമെയിൽ വഴി പോലീസ് കമ്മീഷണർക്കും മനുഷ്യാവകാശ കമ്മീഷനും അയച്ചു കൊടുത്തു. കൃത്യം 3 ദിവസത്തിന് ശേഷം പോലീസ് ആസ്ഥാനത്ത് ഇതിനെ ചൊല്ലി ഒരു അടിയന്തര യോഗം നടന്നു. കമ്മീഷണർ ആ ഫയൽ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, ഇൻസ്പെക്ടറായ ആനന്ദ് തന്റെ പോലീസ് പദവി ദുരുപയോഗം ചെയ്തു. അയാൾ ചെയ്തത് മനുഷ്യാവകാശ ലംഘനമാണ്. ഈ കേസ് കോടതിയിലെത്തും. ഇതും പറഞ്ഞ് ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ ആനന്ദ് ഇൻസ്പെക്ടറെ ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു. അന്ന് വൈകുന്നേരം എല്ലാ ന്യൂസ് ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസായി ഈ വിഷയം വന്നു. പച്ചക്കറി വിൽപ്പനക്കാരിയെ പരസ്യമായി മർദ്ദിച്ച പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ നടപടി, സസ്പെൻഷൻ ചെയ്യാനായി ഒരുങ്ങുന്നു. ഈ വാർത്ത കണ്ട് രേവതി അമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. രാധ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ ഇത് വെറും തുടക്കം മാത്രമാണ്. അടുത്ത ആഴ്ച കമ്മീഷണർ ഓഫീസിൽ ഇതിനെ തുടർന്ന് അന്വേഷണം നടന്നു. വീഡിയോ തെളിവുകളും അതെടുത്ത അലിയുടെ മൊഴിയും സ്റ്റേഷനിലെ റിപ്പോർട്ടുകളുമെല്ലാം പരിശോധിച്ചു. ശേഷം ഇൻസ്പെക്ടർ ആനന്ദിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സാർ അവര് റോഡ് ബ്ലോക്ക് ചെയ്താണ് കച്ചവടം ചെയ്യുന്നത്. ഇത് കേട്ട് ജഡ്ജി ഗൗരവത്തിൽ ആനന്ദിനോട് ചോദിച്ചു, റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് ഇത്ര വലിയ കുറ്റമാണോ? ഒരു പ്രായമായ സ്ത്രീയെ തല്ലാനും മർദ്ദിക്കാനും ഒക്കെ? ഇത് കേട്ട് ആനന്ദ് ഒന്നും മിണ്ടിയില്ല. 15 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം വിധി വന്നു. ഇൻസ്പെക്ടർ ആനന്ദിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അയാൾക്കെതിരെ മർദ്ദനം, ഭീഷണി, സ്ത്രീ തത്വ അപമാനിക്കൽ,
അപമാനിക്കൽ തുടങ്ങിയവയ്ക്കെതിരെ കേസ് ചുമത്തി. പ്രസ് കോൺഫറൻസിൽ കമ്മീഷണർ പറഞ്ഞു, പോലീസ് വിഭാഗത്തിൽ ആരും നിയമത്തിന് മുകളിലല്ല. രാധയെപ്പോലുള്ള മക്കളാണ് രാജ്യത്തിന്റെ കരുത്ത്. സ്ത്രീകളുടെ മാന്യത കാക്കുന്ന എല്ലാ നീതിക്കും ഞങ്ങൾ എന്നും കൂടെയുണ്ട്. ശേഷം രാധ മൈക്കെടുത്ത് പറഞ്ഞു, എന്റെ അമ്മയുടെ കണ്ണുനീർ ഇപ്പോൾ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ശബ്ദമായി മാറി. നീതി ഇപ്പോൾ വെറും കടലാസിലല്ല, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു. അങ്ങനെ ഒരു മാസത്തിന് ശേഷം രാധ അവളുടെ അമ്മയുടെ നിർബന്ധപ്രകാരം അവൾ അമ്മക്ക് റോഡിൽ പച്ചക്കറി വിൽക്കുന്നതിന് പകരം ഒരു കട വാങ്ങി നൽകി. അലി ഇപ്പോൾ ഒരു റിപ്പോർട്ടറായി ജോലി ചെയ്യുന്നു. രാധ വെറും ഒരു പട്ടാളക്കാരി മാത്രമല്ല, നീതിയുടെ പ്രതീകം കൂടിയാണ്. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ മറുപടികളെല്ലാം കമന്റ് ചെയ്യുക. നിങ്ങളുടെ പേരിൽ കഥ വേണമെങ്കിൽ പേരൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു കഥയുമായി കാണാം.